ओम शांति। बाप दादा मधुबन प्रभात मुरली 10/6/22। मीठे बच्चे, सदा इसी नशे में रहोगी। ज्ञान सागर बाप की ज्ञान वर्षा हमारे ऊपर हो रही है, जिससे हम पावन बन अपने बड़े घर में जाएंगे. ഇന്ന് ബാബ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, സദാ ഈ ലഹരിയിൽ കഴിയണം. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനവർഷം നമ്മുടെ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ പാവനമായി മാറി നമ്മുടെ വലിയ വീട്ടിലേക്ക് പോകും. ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്കൊരു ലഹരി ഉണ്ടായിരിക്കണം. അതായത് ജ്ഞാനസാഗരനായ ബാബ നമ്മളിൽ ഇപ്പോൾ ജ്ഞാനവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ പാവനമായി മാറി നമ്മുടെ വലിയ വീട്, അതായത് പരംധാമത്തിലേക്ക് നമ്മൾ പോകും. ചോദ്യം: तुम बच्चों का निश्चय किस आधार से और भी पक्का होता जाएगा? കുട്ടികളുടെ നിശ്ചയം എന്തിന്റെ ആധാരത്തിൽ ഒന്നുകൂടി ഉറയ്ക്കും? അതായത് നിശ്ചയമുണ്ട്, പക്ഷെ നിശ്ചയം ഉറയ്ക്കുന്നത് എന്തിന്റെ ആധാരത്തിലായിരിക്കും? ഉത്തരം: दुनिया में जितने हंगामे बढ़ेंगे, तुम्हारे दैवी झाड़ी की वृद्धि होगी, इतना पुरानी दुनिया से दिल हटती जाएगी और तुम्हारा निश्चय पक्का होता जाएगा. ഈ ലോകത്ത് എത്രമാത്രം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ദൈവിക വൃക്ഷം വലുതാകും. അത്രയും നമുക്ക് പഴയ ലോകത്തിനോട് മനസ്സ് വിടും. അപ്പോൾ നമ്മുടെ നിശ്ചയം ഒന്നുകൂടി ഉറയ്ക്കും. അതായത് ലോകത്ത് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരും. ഈ ബ്രാഹ്മണ പരിവാരം വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ലോകത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് അനുസരിച്ച് നമുക്ക് ഈ പഴയ ലോകത്തിനോട് വൈരാഗ്യം വരും. അപ്പോൾ നമുക്ക് ബാബയിലുള്ള നിശ്ചയം ഒന്നുകൂടി ഉറയ്ക്കും. विहंग मार्ग की सर्विस होती जाएगी, धारणा पर अटेंशन देते जाएंगे तो ബുദ്ധി കാ ഹൗസ്ല ബഡ്താ ജായേഗ. അപ്പോൾ വിഹംഗ മാർഗത്തിൽ, അതായത് വിപുലമായ രീതിയിലുള്ള സർവീസ് നടക്കും. അതായത് വളരെ പെട്ടെന്ന് സേവ നടക്കും. ധാരണയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപാർ ഖുഷിമേ രഹി, നമുക്ക് അളവറ്റ സന്തോഷം. അതായത് ബാബ തരുന്ന ഓരോരോ ധാരണകളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ബാബ പറയാണ്, ബുദ്ധിയുടെ ശക്തി വർദ്ധിക്കും, ഏകാഗ്രത വർദ്ധിക്കും. അപ്പോ ജ്ഞാനത്തിൽ നമുക്ക് നല്ല നിശ്ചയം വരും, പഴയ ലോകത്തിനോട് വൈരാഗ്യം വരും. നമ്മൾ ഈ ബാബ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഉറപ്പാകും. അപ്പൊ ബാബ പറയാണ്, സന്തോഷം കൂടും. ഓം ശാന്തി. ബच्चों को रोज यह कहने की दरकार नहीं रहती कि शिव बाबा को याद. ശിവബാബയെ ഓർമ്മിക്കാൻ കുട്ടികളോട് ദിവസവും പറയേണ്ട കാര്യമില്ല. ബच्चे जानते हैं हम शिव बाबा की संतान है. കുട്ടികൾക്കറിയാം നമ്മൾ ശിവബാബയുടെ സന്താനമാണ്. കഹനേക്ക് ദർക്കാർ നഹി രഹത്തി, അത് ദിവസവും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ശിവബാബ ഹംകോ ഇസ് ദ്വാര പഠാത്തെ ഹെ യഹ് ജ്ഞാന സാഗർ കെ ജ്ഞാൻ കി വർഷ. ശിവബാബ നമ്മളെ ബ്രഹ്മബാബയിലൂടെ പഠിപ്പിക്കുകയാണ്. ഇത് ജ്ഞാനസാഗരന്റെ ജ്ഞാനമഴയാണ്. ബच्चों की बुद्धि में है कि ജ്ഞാന സാഗർ കി അബ് ഹമാരെ ഊപ്പർ ജ്ഞാന വർഷ ഹോ രഹി. കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ നമ്മുടെ മുകളില് ജ്ഞാനസാഗരന്റെ ജ്ഞാനവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. जो आकर ब्राह्मण बनते ही उन पर ही मैं ज्ञान की वर्षा करता हूँ, बच्चों के सम्मुख होता. ആരാണോ ഇവിടെ വന്ന് ബ്രാഹ്മണരാകുന്നത് അവരിലാണ് ജ്ഞാനവർഷം ചൊരിയുന്നത്. അവര് ബാബയുടെ കുട്ടികൾ മുമ്പിൽ ഇരിക്കുകയാണ്. അഭി ബച്ചെ സമ്മുഖ ബൈഠെ, ഇപ്പോൾ കുട്ടികള് ബാബയുടെ സന്നിധി സമൂഹത്തിലാണ്. ബാബ ഘടി ഘടി സമ്മുഖ ഹോനേക്ക നശ ചടാ. ബാബ ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ വന്നു പെട്ടല്ലോ, അതിനെക്കുറിച്ച് ബാബ പറഞ്ഞ് നമ്മുടെ ലഹരി കയറ്റിക്കൊണ്ടിരിക്കും. മായ ഫിർ നശ ഉദാർ, എന്നാൽ മായ നമ്മുടെ ലഹരിയെ ഇല്ലാതാക്കാണ്. കിസ്ക പൂരാ ഉദാർ ദേത്തി കിസ്കാക്കാം, ചിലരുടെ ലഹരി ഒന്നുമില്ല, ഒട്ടും ലഹരിയില്ല, ചിലർക്ക് ഇതിന് കുറഞ്ഞു. ബच्चे जानते हैं हम आए हैं सागर के पास रिफ्रेश होने, अर्थात मुरली की पॉइंट्स धारण कर डायरेक्शन लेने. കുട്ടികൾക്കറിയാം നമ്മൾ വന്നിരിക്കുന്നത് സാഗരന്റെ അടുത്താണ്, റിഫ്രഷ് ആകുന്നതിനാണ്. മുരളിയുടെ പോയിന്റുകൾ ധാരണ ചെയ്ത് ബാബയിൽ നിന്നും നിർദ്ദേശം എടുക്കാനാണ് ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഹം ഉൻകെ സാമനെ ബൈഠെ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ബാബയുടെ മുമ്പിലാണ്. ഇസ് ജ്ഞാനസാഗർ കി വർഷ ഏക് ഹി ബാർ ഹോത്തി ഹി. ഈ ജ്ഞാനസാഗരത്തിന്റെ ആ മഴ ഒരു പ്രാവശ്യം, കൽപ്പത്തിൽ ഒരു പ്രാവശ്യമേ ഉണ്ടാവൂ. ബാബ ആത്തെ ഹി ഹേ പതിതം കോ പാവൻ ബന. ബാബ വരുന്നത് തന്നെ എപ്പോഴും ബാബ വരില്ല, എല്ലാം പതിതമാകുമ്പോൾ പാവനമാക്കാൻ വരും. महिमा भी ऐसे गाते हे पतित पावन സത്യവുമെന്തോ ഐസ്യനക്കും പുകാരെങ്കിൽ. മഹിമയും എങ്ങനെ പാടുന്നത്? ഹേ പതിത പാവന വരൂ എന്നാണ്.
സത്യത്തിൽ ആരും ഇങ്ങനെ വിളിക്കില്ല. വഹം തോ ജ്ഞാന സാഗർ കി ജ്ഞാന വർഷാസെ പാവൻ ബനെ ഹുയേ ഹെ ജ്ഞാനിക്കെ സാത്ത് ഫിർ വൈരാഗി ബി ഹെ. അവിടെ ഈ ജ്ഞാനസാഗരത്തിന്റെ ജ്ഞാനവർഷത്തിലൂടെ നമ്മൾ പാവനമായി കഴിഞ്ഞു. പാവനമായി കഴിയാൽ പിന്നെ ബാബയെ വിളിക്കേണ്ട കാര്യമില്ല. ബാബ പറയാണ് ജ്ഞാനത്തിനോടൊപ്പം നമുക്ക് വൈരാഗ്യവും കൂടി വേണം. കിസ് ചീസ് കാ, എന്ത് സാധനത്തിനോട് വൈരാഗ്യം? പുരാനി പതിത് ദുനിയാക്ക ബുദ്ധിസെ വൈരാഗ്യ ആത്താൻ. ഈ ജ്ഞാനം ലഭിക്കുമ്പോൾ നമുക്ക് സമയം മനസ്സിലായി, വന്നിരിക്കുന്ന ആളെ മനസ്സിലായി, പഴയ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായി, ഭൂമിയിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇതെല്ലാം മനസ്സിലായി കഴിയുമ്പോൾ ഈ പതിത ലോകത്തിനോട് നമുക്ക് ബുദ്ധി കൊണ്ട് വൈരാഗ്യം ഉണ്ടാകും. പഴയ ലോകത്തെ നമ്മൾ സ്ഥൂലമായിട്ട് വിടണ്ട, പക്ഷെ ബുദ്ധി കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കണം. ബച്ചെ ബുദ്ധി സെ ജാനത്തെ ഹെ കി അഭി ഹം നയി ദുനിയാ മേ ജാത്തെ ഹി. കുട്ടികൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി നമ്മളിപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്. പുരാനി ദുനിയാക്കോ ഝോഡ്നാ ഹെ ഇസ്കോ വൈരാഗ്യ അക്ഷർ കഹാ ദിയാ. ഈ പഴയ ലോകത്തെ നമുക്ക് ത്യജിച്ചേ മതിയാകൂ. ഇതിനെയാണ് പറയുന്നത് വൈരാഗ്യം. ജൈസെ ബാബ നയ മക്കാൻ ബനാത്തെ ഹെ तो पुराने से बुद्धियोग हटकर नए से लग जाता है. അച്ഛൻ പുതിയ വീട് വെക്കുമ്പോൾ മക്കളുടെ മനസ്സ് പഴയ വീട്ടിൽ നിന്ന് മാറും. സമിച്ചതേ ഹെ പുരാന ഖലാസു ഹോത്തോ ഹം നയമേ ജാവേ. കുട്ടികൾക്ക് അറിയാൻ പറ്റും, പഴയ വീട് ഇടിച്ചു കളയും, നമ്മൾ പുതിയ വീട്ടിൽ പോയി താമസിക്കും. बच्चे भी अंदर में कहते होंगे जल्दी जल्दी स्वर्ग की स्थापना हो जाए तब हम अपने घर जाए सुखी सुखी होवे. കുട്ടികളും ഉള്ളിൽ പറയുന്നുണ്ട്, ബാബ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കഴിയുകയാണെങ്കിൽ, ആ പുതിയ ലോകത്തിന്റെ സ്ഥാപനം നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയിരുന്ന് സുഖമായിട്ടിരിക്കാമായിരുന്നു. പഹലെ പഹലെ ഹം സാജൻ കെ സാത്ത് ഘർ ജായേ. എന്നാൽ ആദ്യമേ നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകില്ല. ആദ്യം നമ്മൾ പ്രിയതമന്റെ കൂടെ ആ വലിയ വീട്ടിലേക്ക് പോകണം. യഹ് പിയർ ഘർ ഹി യഹ് ഛോട്ടാ വഹ് ബഡേ ബാബാ കാ ഘർ ബഡാ ഘർ. ഇത് അച്ഛന്റെ വീട്, ബാബ പറയുന്നത് ചെറുതാണ്, പക്ഷെ അത് ബാബയുടെ ആ വീട് വളരെ വലിയ വീടാണ്. തും ജാനത്തെ ഹോ വഹ് തോ സഭി ആത്മാവും കാ ഘർ ഹെ. നമുക്കറിയാം അത് എല്ലാ ആത്മാക്കളുടെയും വീടാണ്. ആ വീടിന് അതിരുകളില്ല എന്നാ പറയുന്നത്, അനന്തമാണ് ആ വീട്. യഹ് തും ബച്ചോം കി ബുദ്ധി മേ ഹെ ഔർ കിസ്കി ബുദ്ധി മേ നഹി ഹെ. ഇങ്ങനെ ഒരു വീടുണ്ടെന്നും നമ്മൾ അവിടേക്ക് പോകുന്നു, നമ്മൾ അവിടുന്ന് വന്നവരാണെന്നും പോകേണ്ട സമയമായി എന്നൊക്കെ ബാബ പറയാണ് നിങ്ങളുടെ ബുദ്ധിയിലേ ഉള്ളൂ, നാട്ടുകാരുടെ ബുദ്ധിയിലില്ല. ആകെത്തോ അന്ധ്യാരാധ അബ് സോജരാഹി. നേരത്തെ നമ്മൾ ഇരുട്ടിലായിരുന്നു, ഇപ്പോൾ നമുക്ക് വെളിച്ചം വന്നു. യഹ്ബി സമച്ചിത്തെ ഹോക്കി ജ്ഞാനത്തോ സബ് നഹിയില്ലെങ്കിൽ. ഇത് നമുക്കറിയാം, എല്ലാവരും ഈ അറിവൊന്നും എടുക്കില്ല. ഘർത്തോ സബ് ജായെങ്കിൽ ജെ, വീട്ടിലേക്ക് എല്ലാവർക്കും പോയേ മതിയാവും, പക്ഷെ എല്ലാവരും ജ്ഞാനം എടുക്കത്തില്ല. തും ബച്ചോം കി ബുദ്ധി മേ ഹേ കി അബ് ഹം അപ്നെ ഘർ ജാ രഹാ ഹെ. നമ്മുടെ ബുദ്ധിയിൽ ഇപ്പോഴുണ്ട്, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമത്ത് പർ ലായക് ബൻ രഹേ ഹെ. നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ വീട്ടിൽ പോകാനായിട്ട് യോഗ്യരാകുകയാണ്. സ്വർഗത്തെ ലായക് ബനനാ ഹെ. ബാബ പറയുന്ന വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിൽ പോകാനും നമ്മൾ യോഗ്യരായി മാറണം. ഏക് തോ മുझे യാദ് കരോ തോ വികർമ്മ വിനാശ് ഹോ ജായേ ദൂസരാ ചക്ര കോ ഫിരാവോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ബാബ ഈ നമ്മുടെ ആത്മശുദ്ധിക്ക് വേണ്ടി പറയുന്നത്. ഒന്ന്, ബാബ പറയാണ് ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ വികർമ്മങ്ങൾ നശിക്കും. പിന്നെ ബാബ എന്താ പറയുന്നത്? ചക്രം കറക്കിക്കൊണ്ടിരിക്കുക. ചക്രം കറക്കാന്ന് വെച്ചാൽ ജ്ഞാനം, ബാബയെ ഓർമ്മിക്കാന്ന് വെച്ചാൽ യോഗം. സൃഷ്ടി കാ ചക്ര കൈസെ ഫുർത്താ ഹെ ഇൻകി ആയു കിതനി ഹെ കौन കബ് ആത്തെ യഹ് സാരാ ബാബ് ബാരി സമച്ചാത്തെ ഹെ. കാലചക്രം എങ്ങനെയാണ് തിരിക്കുന്നത്? ബാബ പറയണു, ബാബ ഇതെല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആര് എപ്പോൾ വരും, എത്ര വർഷം കൊണ്ട് ഈ ചക്രം തിരിയും, നമ്മൾ ഏതെല്ലാം ജന്മങ്ങളിൽ കൂടെ കടന്നുപോയി, അല്ലെ? അപ്പോൾ ഈ സമയം എന്തായി, ഇതൊക്കെ വ്യക്തമായി വരും. ചക്രം ബുദ്ധിയിൽ കറക്കണം. യഹ് ജോ കഹത്തെ മനുഷ്യ 84 लाख ജന്മ ലേത്തെ ഹെ തോ യാ സബി ലേത്തെ ഹെ. ഇവിടെ ആൾക്കാർ പറയാറുണ്ട് മനുഷ്യർ 84 ജന്മങ്ങൾ എടുക്കും. അപ്പൊ ബാബ ചോദിക്കുകയാണ് എല്ലാവരും എടുക്കും, എല്ലാ മനുഷ്യരും എടുക്കും. അഭിത്തും ജാനത്തെ ഹോ 84 ജന്മ ഹോത്തെ ഹെ ഉൻകാ ഭി ഹിസാബ് ഹെ. എന്നാൽ ഇപ്പോൾ നമുക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് 84 ജന്മങ്ങൾ മാക്സിമം ഒരു കൽപ്പത്തിലുള്ളൂ. അതും എല്ലാവരും എടുക്കൊന്നുമില്ല. എല്ലാവർക്കും 84 ജന്മമില്ല. സത്യത്തിന്റെ തുടക്കത്തിൽ വരുന്നവർ 84 ജന്മം എടുക്കും. ത്രേതായത്തിൽ വരുന്നവര് 84 ജന്മമൊന്നും എടുക്കത്തില്ല. ഇതെല്ലാം ഇപ്പോൾ നമുക്ക് മനസ്സിലായി. 84 ലക്ഷം ജന്മത്തിന്റെ ചക്രം കറക്കാൻ പറ്റില്ല. ബാബ പറയാണ് സബ്തോ 84 ജന്മ നഹി ലെങ്കി ശുരു സെ ലേക്കർ പുനർജന്മമേം ആത്തെ രഹത്തെ ഹെ. സൃഷ്ടിയുടെ ആരംഭം മുതൽ പുനർജന്മങ്ങളുണ്ട്. പിച്ചാടിമേ കിസ്കെ ഏക് ദോ ജന്മ ഭി ഹോത്തെ. ഈ അവസാനം വരുന്നവർക്ക് 1 2 ജന്മങ്ങളായിരിക്കും. പഹലെ പഹലെ ജോ ആയെങ്കിൽ വഹ് 84 ജന്മലെ. ആദ്യം ആര് വരും, അവര് 84 ജന്മങ്ങൾ എടുക്കും. ജൈസെ മിസാൽ യഹി ലക്ഷ്മി നാരായൺ ഹെ മനുഷ്യബൽ ഇനോക്കെ മന്ദിരോ മേ ജാത്തെ ഹെ പരന്തു കുച്ച് ഭി പതാ നഹി ഹെ. ബാബ പറയാണ് ലക്ഷ്മി നാരായണന്റെ ഉദാഹരണം ഈ ആളുകള് ഈ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഒന്നും തന്നെ അറിയാൻ പാടില്ല. ബസ് കഹേങ്കെ ഭഗവാൻ ഭഗവതി കാ ദർശനം കർണേ ജാത്തെ.
ആളുകൾ എന്താ പറയുന്നത്? നമുക്ക് ഭഗവാന്റെയും ഭഗവതിയുടെയും ദർശനത്തിന് അമ്പലത്തിൽ പോകണം. ആരാണ് ഭഗവാൻ, ആരാണ് ഭഗവതി, ഇവരെന്തിനാ അമ്പലത്തിലിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്? ഒന്നും അറിയാൻ പാടില്ല. ആളുകൾ അങ്ങ് ഓടിയേക്കാണ്. പരന്തു ഇനോംകി യഹ് രാജധാനി കൈസെ സ്ഥാപൻ ഹുയി യഹ് കുച്ച് ഭി നഹീ ജാൻ. എന്നാൽ ഇവരുടെ രാജധാനി എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? ഈ ലക്ഷ്മി നാരായണന്റെ, അവര് മനുഷ്യരൂപമാണല്ലോ. അപ്പൊ അവരുടെ രാജധാനി എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? ബാബ പറയണു, ആർക്കും ഒന്നും അറിയാൻ പാടില്ല. ജിസ്കി പൂജ കർത്തെ ഉൻകെ ഓക്യുപ്പേഷൻ കോ ഹി നഹീ ജാൻതേ തോ വഹ് പൂജ ക്യാ കാം കി. ആരുടെ പൂജ ചെയ്യുന്നു അവരാരാണെന്ന് പോലും അറിയുന്നില്ലെങ്കിൽ പിന്നെ ആ പൂജ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ബാബ ചോദിക്കുകയാണ്. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. നമ്മൾ കൃഷ്ണന്റെ പൂജ ചെയ്യുന്നുണ്ട്, പക്ഷെ കൃഷ്ണനെ കുറിച്ച് മോശമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ലക്ഷ്മി നാരായണന്റെ പൂജ ചെയ്യുന്നുണ്ട്, അത് ആരാന്ന് അറിഞ്ഞൂടാ. ഹനുമാന്റെ പൂജ ചെയ്യുന്നുണ്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞൂടാ. ഗണപതി ഉണ്ട്, ഇത് ആരാന്ന് അറിഞ്ഞൂടാ. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് അറിയില്ല. ബാബ പറയണു, ആളും സ്ഥലമൊന്നും അറിയാണ്ട് വെറുതെ പൂജിച്ചുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടാൻ. ഇസ്ലിയെ ഇൻകോ കഹാ ജാത്താ ഹെ അന്ധശ്രദ്ധ. അതുകൊണ്ട് ഇതിനെ എന്ത് പറയും? അന്ധവിശ്വാസം. ജബ് തബ് തീർത്ത് ആദി കർത്തെ സമുച്ചിത്തെ ഇൻസെ ഭഗവാൻ കോ പാനെ കാ രാസ്ത മിൽത്താ ഹെ. ആളുകൾ ജപതപ തീർത്ഥാടനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ വിശ്വാസം എന്താ? ഇതിൽ കൂടെയൊക്കെ നമുക്ക് ദൈവത്തിലേക്കുള്ള വഴി കിട്ടും. പരന്തു ഇൻസെ കൊയ്ക്കോ ഭഗവാൻ മിൽ നഹീ സക്ത. പക്ഷെ ബാബ തീർത്ത് പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊന്നും വഴി കിട്ടത്തില്ല. വഴി ദൈവം വരുമ്പോഴേ നമുക്ക് പറഞ്ഞു തരുള്ളൂ. സമച്ചോ യഹാം ഭി കൊയ് കൊയ് ആത്തേ ഹെ ജഗദംബ കെ മന്ദിരം ആത്തേ ഹെ ദർശൻ കരനെ. ബാബ പറയണു, നോക്കൂ, ഇവിടെയും ചിലരൊക്കെ വരാറുണ്ട്. ഈ ജഗദംബയുടെ ക്ഷേത്രമൊക്കെ കാണാനാ വരുന്നത്. ബാബ സമച്ചെങ്കിൽ എനിക്ക് ബുദ്ധിമേ കുച്ച് പായിടാ നഹി. ബാബ പറയണം, മധുബനിൽ ബാബയുടെ അടുത്ത് വന്നിരിക്കാം. അതിന്റെ ഉദ്ദേശം എന്താ? അമ്പലം കാണാൻ. ബാബ പറയാണ്, തലയിൽ ഒന്നും കയറിയിട്ടില്ല. തുമാരിത്തോ സബ് മനോകാമനായും പൂരി ഹോരഹി ഹേന. ബാബ പറയണം, നിങ്ങളുടെ എല്ലാ മനോകാമനകളെയും ജ്ഞാനത്തിലൂടെ പൂർത്തീകരിക്കപ്പെടും. ജഗദംബ കാ പാട്ട് അക്യുറേറ്റ് ചെൽ രഹാ. ഈ സമയത്ത് ജഗദംബയുടെ പാട്ട് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബരോബർ ജഗദംബ കാ പാട്ട് ഊഞ്ചാഹി. തീർച്ചയായിട്ടും ജഗദംബയുടെ പാട്ട് വളരെ ഉയർന്നതാണ്. പഹലെ ലക്ഷ്മി പീച്ചെ നാരായൺ. ബാബ പറഞ്ഞു, എപ്പോഴും നമ്മൾ ഭക്തിമാർഗത്തിൽ എന്താ പറയുന്നത്? ലക്ഷ്മി നാരായൺ. അപ്പൊ ആദ്യം ലക്ഷ്മിയാണ്, പിന്നെ നാരായണൻ. ത്രേതാത്തിൽ ചെന്നപ്പോ രാമൻ സ്ഥിതിയെ. ദ്വാപരത്തിൽ എന്തായി? സ്ത്രീ സ്വാതന്ത്ര്യം മറക്കരുത്, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. കലിയുഗത്തിൽ എന്ത് പറഞ്ഞു? സ്ത്രീ നരകത്തിന്റെ വാതിൽ. അപ്പൊ ബാബ എന്തായിട്ട് പറഞ്ഞേ? സ്ത്രീയെ കൊണ്ട് ഞാൻ സ്വർഗത്തിന്റെ വാതിൽ തുറപ്പിക്കും. ആദ്യം ലക്ഷ്മിയാണ്, പിന്നെ നാരായണൻ. തുമാര യഹ് അന്തിം ജന്മ ഹെ. ഇത് നമ്മുടെ അവസാന സമയമാണ്, ജന്മമാണ്. ഹിസാബ് കിതാബ് യഹാംസെ ചുക്തു ഹോത്ത. ഇവിടെ തന്നെ നമ്മുടെ കർമ്മക്കണക്ക് തീർക്കണം. എന്നാലും ബാബ എന്താ പറഞ്ഞ? കർമ്മക്കണക്ക് തീരുമ്പോൾ സന്തോഷിക്കണം. രോഗങ്ങളൊക്കെ വരും, എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾ എല്ലാവർക്കും. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒരു ഭായി കഴിഞ്ഞ ദിവസം പാവം, നല്ലൊരു ഭായിയാണ്, അക്ഷീണ സേവാധാരിയാണ്, നല്ല ഉദ്യോഗസ്ഥനുമാണ്, റിട്ടയർഡ്. ഭയങ്കര നടുവേ. ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ട്രെയിനിൽ പോയപ്പോഴ് നടുവൊന്ന് വെട്ടിയിട്ട് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. പിന്നെ എങ്ങനെയോ എത്തിച്ച് വയനാട് ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ നോക്കി. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ടിരിക്കും. കാര്യം എന്താ? അനേക ജന്മങ്ങളുടെ കണക്ക് ഭാവി നില പറഞ്ഞ എന്താ? ആ വഴിക്ക് അങ്ങ് തീരട്ടെ. നമ്മുടെ പോക്കറ്റിലെ 10 രൂപയുടെ നാണയം കിടപ്പുണ്ട്, 10 നാണയം കിടപ്പുണ്ട്. ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ചു, ബാക്കി എത്രയുണ്ട്? 9. അപ്പൊ 1 ഔൺസ് വേദന നമ്മൾ അനുഭവിച്ചു. 10 ഔൺസ് ഉണ്ടായിരുന്നു പോക്കറ്റ്. 1 ഔൺസ് വേദന അനുഭവിച്ചു. ഇനി എത്രയുണ്ട്? 9. അപ്പൊ വേറെ ഒരെണ്ണം തീർന്നു കിട്ടി. അപ്പൊ നമ്മൾ സന്തോഷിക്കാല്ലേ വേണ്ടത്, അല്ലെ? വരേണ്ടതൊക്കെ വരും, ഒന്നും തടുക്കാൻ പറ്റില്ല. ഒന്നും നമ്മൾ കൂടുതൽ തടുക്കാനൊന്നും പറ്റത്തില്ല, അല്ലെ? നമ്മളിപ്പോ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കാന്ന് മാത്രമേ. രോഗങ്ങളൊക്കെ വരേണ്ടതൊക്കെ അക്കൗണ്ടിലുള്ളത് വരും. കർമ്മദോഷമുണ്ട്, ധാതുദോഷം. കർമ്മക്കാ ഭോഗ് ഭോഗക്കർ ചുട്ടനാഹെ അവർ ബാക്കി യാദ്യമേ. കർമ്മങ്ങളുടെ കണക്ക് ബാബറിനെ അനുഭവിച്ച് അങ്ങ് തീരട്ടെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് വേദനയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കണം. മൈനസ് മൈനസ് മൈനസ്, കുറഞ്ഞോണ്ടിരിക്കുക. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ പിടിച്ചാൽ കിട്ടത്തില്ല, അതൊക്കെ അങ്ങനെ കിടക്കും. വാസ്തവമേ ബച്ചോൻകോ യാദ് കർണ ഏക് ബാപ്പ് കോ ഹി. വാസ്തവത്തിൽ കുട്ടികളെ ഓർമ്മിക്കേണ്ടത് ഒരു ബാബയാണ്. മമ്മയ്ക്ക് അവസാനം ക്യാൻസർ ആയിരുന്നു. അന്തിമ സമയത്താണ് അറിഞ്ഞത്, ലാസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞത്. പക്ഷെ അങ്ങനെ ആരും കുലുങ്ങൊന്നുമില്ല. ദേഹധാരിക്കോ യാദ് ചെയ്യാത്ത വഹ് ടൈം വേസ്റ്റ് ഹോ ജായി. ഈ സമയത്ത് ബാബ പറയാണ്, നിങ്ങൾ ബാബയെ ദൈവത്തെ ഓർമ്മിക്കും. ഈ ദേഹധാരികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ സമയം പോകും, പാഴാകും. ഐസത്തോ ഹോനഹീൻ സക്താക്കി പോയി നിരന്തര യാദകൾ എന്ന് വെച്ച് നമ്മളിപ്പോ 24 മണിക്കൂറും ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തല്ലേ, നമുക്ക് മനുഷ്യനെയൊക്കെ ഓർമ്മയൊക്കെ വരും. വഴിവാറ് മനുഷ്യനെ പ്രത്യേകിച്ച് ഓർമ്മിച്ചിട്ട് ഒരു കുഴപ്പമില്ല.
ऐसी कोई चीज नहीं जिसे निरंतर याद किया जाए. സ്ത്രീ പതി को भी निरंतर याद करना सके. और ഭാര്യ ഭർത്താവിനെ ഓർമ്മിക്കാറുണ്ട്, പക്ഷെ എപ്പോഴും ഓർമ്മിക്കാൻ പറ്റും. जरूर गाना बनाएगी, बच्चों की संभाल करेगी तो पति थोड़े ही याद आएगा. ആഹാരം ഉണ്ടാക്കുമ്പോഴും കുട്ടികളെയൊക്കെ കുളിപ്പിക്കുമ്പോഴൊക്കെ അവരുടെ പതി ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? യഹം तो तुमको निरंतर याद करने का अभ्यास कर. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണെങ്കിലും നമ്മുടെ നിർദ്ദേശം ഇതാണ്, നിരന്തരം നമ്മൾ ബാബയെ തന്നെ ഓർമ്മിക്കും. ബാബയെ എവിടെ ഓർമ്മിക്കാനേ പറ്റൂ? ബാബയെ പരന്ധാമത്തിലെ ഓർമ്മിക്കാൻ പറ്റും. അപ്പോൾ പഞ്ചതത്വങ്ങളുടെ ലോകത്തിൽ നിന്നും മനസ്സങ്ങ് പൊയ്ക്കോളും. ബാബ വേറൊരു വഴിയില്ല. ഏതാണ്ട് തീർത്ഥാടനങ്ങൾക്ക് ഇവിടെ തന്നെയല്ലേ. ताकि पिछाड़ी में ऐसी अवस्था होगी एक की याद रहे बड़ा भारी इंतहान. അവസാനം ബാബ പറയാണ്, ഒന്നും ഓർമ്മയിൽ വരരുത്. വീട്, പാത്രങ്ങളോ സാരിയോ മനുഷ്യരോ ഒരാളെ ഓർമ്മ വരരുത്. ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളണം. ബാബ പറഞ്ഞു, വലിയൊരു പരീക്ഷയാണ്. 8 രത്നംക്ക് ബി ബേടി മഹിമ. 8 വരെ വാസം. അതുകൊണ്ട് 8 രത്നങ്ങൾക്ക് വലിയ മഹിമയുണ്ട്. കിസ്കോ ഗൃഹചാരി ഭരത്തിത്തോ 8 രത്നംക്ക് അങ്കുടി പാൻറ്റ്. ഈ ഗ്രഹപ്പഴയുടെ കാലത്ത് ആളുകൾ അഷ്ടരത്നങ്ങളുടെ മോതിരമൊക്കെ ഇടാറുണ്ട്. पिछाड़ी के समय एक बाबी की याद रहे, वह भी बुद्धि की लाइन एकदम क्लियर हो और किसकी भी याद न आए, तब माला का दाना बन सके. ബാബ നമുക്ക് അവസാന സമയത്തിന്റെ ഇത് പറഞ്ഞു തരാണ്, നമുക്ക് ടാർഗറ്റ് പറഞ്ഞു തരാണ്. ഒരേ ഒരു ബാബയുടെ ഓർമ്മ, ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയിട്ടിരിക്കണം, അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ മാലയിൽ മുത്താം. ആ സമയത്ത് നമ്മുടെ കർമ്മക്കണക്കുകൾ നമ്മൾ വലിക്കുന്നുണ്ടാവും. ഭൂമിയിലാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന അവസ്ഥകളാണ്, ഇടിയും നിലവിളിയും ബഹളവും കരച്ചിലും അല്ലെ. നമുക്ക് ബന്ധുമിത്രാദികളൊക്കെ എവിടെയാന്നുള്ള ചിന്തകൾ വരും. ഫോണൊന്നും വർക്ക് ചെയ്യും, എല്ലായിടത്തും പ്രശ്നങ്ങളാണല്ലോ. അപ്പോ നമുക്ക് ചിന്ത വരാതിരിക്കുമോ, ഇപ്പൊ അവിടെ എന്താണ് ദൈവമേ, ആലുവയില് സഹോദരിക്ക് എന്ത് സംഭവിച്ചു? ബാബു പറഞ്ഞു, അപ്പൊ ആരുടെ ഓർമ്മ വന്നു? ഇപ്പൊ നേരത്തെ സഹോദരിയെ നമ്മൾ ബലിയിട്ടിട്ടുണ്ടാകും. സഹോദരി ഒരു ആത്മാവാണ്, അവരവരുടെ പാർട്ട് അഭിനയിച്ച് പോയിട്ടുണ്ടാവും. എങ്ങനെയാന്ന് ആർക്കറിയും? കത്തിക്കുത്തിലാണോ വെള്ളപ്പൊക്കത്തിലാണെന്നും ആർക്കും അറിയും. അതൊക്കെ ഇപ്പോഴേക്ക് ഓർമ്മിച്ച് വെച്ചേക്കണം എല്ലാരെയും. ബാബ പറയാണ്, എങ്കിൽ മാലയിൽ മുത്താകും. നവരത്നം की महिमा बहुत भारी तो अब निरंतर याद करने का अभ्यास करना. നവരത്നങ്ങൾക്ക് വലിയ മഹിമയുണ്ട്. അതായത് 8 മനുഷ്യരത്നങ്ങളും 1 ബാബയുമാണ്. അതുകൊണ്ട് നിരന്തരം ബാബയെ ഓർമ്മിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. അഭി തോ 2 दिन കണ്ടാ कोई मुश्किल याद करते. അപ്പൊ ബാബ പറയാണ്, 2-3 മണിക്കൂർ പോലും കഷ്ടിയാണ് ഓർമ്മിക്കുന്നത്. जितना दुनिया में हंगामा बढ़ते जाएंगे उतना तुमको निश्चय होता जाएगा പുരാനി ദുനിയാസെ ദിൽ ടൂട്ടാ ജായേഗ. ബാബ പറയാണ്, നമ്മൾ എത്രമാത്രം ഈ ലോകത്ത് പ്രശ്നങ്ങൾ കൂടിക്കൂടി ബഹളങ്ങൾ കൂടിക്കൂടി വരുന്നു, അപ്പൊ അത്രയും നമുക്ക് നിശ്ചയം വരും. ബാബ പറയാണ്, ഈ പഴയ ലോകത്തിൽ നിന്നും മനസ്സ് വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ബാബ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ നമുക്കൊരു 50-50 ആണ്, ഇതൊക്കെ നടക്കും. 50% ബാബയിലും 50% ഇഹലോകത്തും. പക്ഷെ ഇഹലോകത്ത് പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും രക്ഷയില്ല. അപ്പൊ ബാബ പറയാണ്, ഓർമ്മ കൂടിക്കൂടും. മരേങ്കെ തോ ബഹുത് ബുദ്ധി ഭി കാത്തി മായ ബഹുത് പുരാന ദുഷ്മൻ ഹെ. ബാബ പറയുന്നത്, ധാരാളം പേര് മരിക്കും. ബുദ്ധിയും പറയുന്നുണ്ട്, മായ വളരെ കടുത്ത ശത്രുവാണ്. ഐസി കൊയ് ജഗ നഹിം ജഹാം ദുഷ്മൻ നഹു. ശത്രുവില്ലാത്ത സ്ഥലമെന്നില്ല. തും ബച്ചെ അഭി മ്ലേച്ഛ സെ സ്വച്ഛ ബൻ രഹെ. ഇപ്പൊ നമ്മള് മ്ലേച്ഛരിൽ നിന്നും സ്വച്ഛരായിക്കൊണ്ടിരിക്കുകയാണ്. തുംകോ ജ്ഞാന ഹെ മ്ലേച്ഛയ്ക്ക് ഹാത്ത് കാ ഹം ഖാ നഹീം സക്തെ. ഇന്നലെ ബാബ എന്താ പറഞ്ഞേ? ഉള്ളി വെളുത്തുള്ളി ഒന്നും കഴിച്ചേക്കരുത്. അത് ആയുർവേദ ഡോക്ടർമാര് പറയും. പക്ഷെ ഡോക്ടർ എന്താ പറഞ്ഞത്? അതൊക്കെ മ്ലേച്ഛ ആഹാരമാണ്. അമ്പലത്തിൽ കയറ്റാത്ത ആഹാരം ദേവതകളാകേണ്ടവര് കഴിക്കരുത്. ഇതൊന്നും അമ്പലത്തിൽ കയറ്റത്തില്ല. അപ്പൊ അമ്പലത്തിലിരിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മൾ ബാബ പറഞ്ഞ ഒന്നും കഴിക്കരുത്. ഇന്ന് ബാബ പറയണു, മ്ലേച്ഛന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കരുത്. ബാബയെ മനസ്സിലാക്കിയവരുടെ കൈകൊണ്ട് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഗായ ഹുവാബിഹെ ജൈസ അനു വൈസമൻ. കാരണം എന്താ? ഈ മായ നിസ്സാരമൊന്നുമല്ല. അകത്ത് ചെല്ലുന്ന അന്നം പോലെ ഇരിക്കും മനുഷ്യന്റെ മനസ്സിന്റെ ചിന്ത. ജോ ഖരാബ് ചീസ് ഖരീദ് കർത്ത ജോ ബൻതാഹി ജോ ഖാത്താഹി ഉൻ സബ്കെ ഊപ്പർ പാപ പഠിച്ച. അതുകൊണ്ട് വൃത്തികെട്ട സാധനങ്ങൾ വാങ്ങിക്കുക, ബാബ പറഞ്ഞ അത് ഉണ്ടാക്കുക, അത് കഴിക്കുക, ഈ 3 കൂട്ടർക്കും പാപം. ഹരിഭായി അങ്ങ് പോയപ്പോ മാജു പറയാണ്, ഹരിഭായി 1 കിലോ ഉള്ളി അങ്ങ് മേടിച്ചുകൊണ്ടിരിക്കും. ഓ പരോപകാരമേ പുണ്യം എന്ന് പറഞ്ഞ് ഉള്ളി മേടിച്ചുകൊണ്ട് ചെറിയൊരു പാപം. സിഗരറ്റ് മേടിച്ചു കൊടുത്തു, മദ്യം മേടിച്ചു കൊടുത്തോളൂ. നമ്മള് കുടിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും മുടക്കി, പക്ഷെ പോകുന്ന വഴിക്കൊരു സിഗരറ്റ് മേടിച്ചു കൊടുത്തു. ബാബ പറഞ്ഞു, ഇതൊക്കെ പാപമാണ്. അതായത് ആളുകൾ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. നമ്മൾ ബ്രാഹ്മണരാണ്. ബാബത്തോ സബ് ബാത്തേം അച്ഛി രീതി സമച്ചാത്തെ. ബാബ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു തരും. ഇനി നമുക്ക് ഇഷ്ടം സ്വീകരിക്കാൻ പറ്റില്ല. പറഞ്ഞു വേണ്ട, എനിക്ക് പറയാതിരിക്കാൻ പറ്റും, ബാബയ്ക്ക് പറയാതിരിക്കാൻ പറ്റും. തും ബച്ചെ യഹാം സെ റിഫ്രഷ് ഹോക്കർ ജാത്തെ. കുട്ടികൾ ബാബയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ റിഫ്രഷ് ആയിട്ടാണ് പോകും. സാരാ ദിൻ ബുദ്ധി മേ സൃഷ്ടി ചക്ര ഫിർത്താ രഹേ और अपना घर याद रहे.
നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഈ കാലചക്രം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ये हमसे तुम अपने लौकिक घर में जाते हो तो अवस्था में फर्क पड़ जाता है क्योंकि संग ऐसा हो जाता. ബാബ പറയണ ഈ മധുബനിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അവസ്ഥയിലൊക്കെ വ്യത്യാസം വരും. കരുതണമെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ടാണ്. യഹം ബൈഡേ ബി കൊയ് കാ ബുദ്ധിയോഗ് ബാഹർ ചലാ ജാത്ത ഇസ്ലിയെ പൂരി ധാരണ നഹീ കർ സക്. ഇനി മധുബനിൽ ബാബയുടെ മുമ്പിൽ ഇരുന്നാലും ധാരാളം പേരുടെ ബുദ്ധി പുറത്തു പോകും. അതുകൊണ്ട് പൂർണ്ണമായി ധാരണ ചെയ്യാൻ പറ്റുന്നില്ല. തും ആത്മാവും കോ ബേഹത്ത് കാ ബാബ് ബൈഡ് സംബന്ധിച്ചാൽ പരിധി ഇല്ലാത്ത അച്ഛൻ, നമ്മുടെ എല്ലാവരുടെ അച്ഛൻ. അച്ഛൻ പറയുമ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യം. വേറെ വല്ലവരും പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഗുരു പറഞ്ഞു, നമുക്ക് ചിലപ്പോൾ പേടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് വല്ല കുഴപ്പമുണ്ടാക്കിയല്ലോ അല്ലെ? പക്ഷെ അച്ഛനല്ലേ പറയും. അച്ഛൻ പറയുമ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചു. ബാബു നിങ്ങളുടെ എല്ലാവരുടെ അച്ഛനാണ് ഈ പറയുന്നത്. തും ആത്മാഹോ തും ഈ ശരീർ ദ്വാര കാര്യക്കർഹേഹോ. നമ്മൾ ആത്മാക്കളാണ്, നമ്മൾ ഈ ദേഹത്തിലൂടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാണ്. തും ജനത്തേഹോ ഹം ബാബാസി ശ്രീമത്തിലെ അപ്പന രാജ്യഭാഗ്യ ലേ രഹാഹി. നമുക്കറിയാം ബാബയിൽ നിന്ന് ശ്രീമത്തെടുത്ത് നമ്മുടെ രാജ്യഭാഗ്യം നമ്മൾ ഉണ്ടാക്കാണ്. കിतनी खुशी होनी चाहिए. നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവണം. ഗായൻ ബി ഹേ അതീന്ദ്രിയ സുഖ ഗോപി വല്ലഭ കെ ബച്ചോं से पूछो. ഈ അതീന്ദ്രിയ സുഖം ഗോപി വല്ലഭന്റെ കുട്ടികളോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു മഹിമയുണ്ട്. जितना जास्ती अवस्था बनेगी और वृद्धि को पाएंगे तो खुशी का पारा भी चढ़ता रहेगा और निश्चय भी पक्का होता जाएगा. എത്രമാത്രം നമ്മുടെ അവസ്ഥ ഉയരുന്നു, നമ്മൾ അഭിവൃദ്ധി ഉണ്ടാകുന്നു, അത്രയും സന്തോഷം വർദ്ധിക്കും, നിശ്ചയവും ഉറച്ചുകൊണ്ടിരിക്കും. ധാരൻ പർ അറ്റൻഷൻ देते जाएंगे तो तुम्हारी बुद्धि का हौसला बढ़ता जाए. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാബ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ധാരണയുണ്ടല്ലോ, പുളു കൂട്ടരുതെന്നോ വേറെ ആരുടെ കൈ കൊണ്ട് കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ആ ധാരണകൾ ബാബ പറഞ്ഞു കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കും. അപ്പൊ ബുദ്ധിക്ക് ശക്തി വർദ്ധിക്കും. ആകെ ചൽക്കർ തുമാരി വിഹംഗ മാർഗയ്ക്ക് സർവീസ് ഹോത്തി. അവസാനം ബാബ പറയാണ് വിഹംഗ മാർഗത്തിൽ സേവ നടക്കും. യുക്തി നികാൽനി ഹോത്തി ജിസിസെ കൊയ്ക്കോ അച്ചി രീതി തീർലകെ. അതിനുള്ള യുക്തികളൊക്കെ വരും, ചിലർക്ക് പെട്ടെന്ന് അമ്പൽക്കും. മുഖ്യതോ ഹൈഹി ബാബുക്ക പരിചയത്തിന്. ഏറ്റവും പ്രധാനം എന്താണ്? ആളുകൾക്ക് ഈശ്വരന്റെ പരിചയം കൊടുക്കണം. ബേഹത്ക്കെ ബാപ്പിസെ ബേഹത്ക വരസ മിൽത്താഹി. പരിധി ഇല്ലാത്ത ബാബയിൽ നിന്നും പരിധി ഇല്ലാത്ത സ്വത്ത് നമുക്ക് കിട്ടും. അളവറ്റ സ്വത്ത് നമുക്ക് ബാബ തരും. പക്ഷെ മനസ്സ് ശരിയാവും. മനസ്സ് അങ്ങോട്ട് തുറക്കുന്നില്ല. മനസ്സ് അവിടെ അടച്ചതിലേക്കാണ്, ഇഹലോകത്തിലേക്കാണ് മനസ്സ് തുറന്നിരിക്കുന്നത്. അത് തന്നെയാണ് കുഴപ്പം, വേറെ ഒരു കുഴപ്പമില്ല. ജ്ഞാനസാഗർ ബി വഹുകെ. ജ്ഞാനസാഗരൻ അതാണ്. ജ്ഞാനസേഹി മനുഷ്യ പാവൻ ഹോത്തെ. ജ്ഞാനത്തിലൂടെ മാത്രമേ മനുഷ്യര് പാവനമാകും. പതിത് പാവൻ വഹി ബാപ്പ് ഹി. ഏത് ജ്ഞാനമാണ്? പതിത പാവനന്റെ ജ്ഞാനം, അത് ബാബയാണ്. തും ഏക ഹി പോയിന്റ് ഉടാവോ സർവ്യാപിക്ക് ബാത്തിസെ ഭക്തി പി ചലന സകെ. ബാബ പറഞ്ഞ ആളുകളെല്ലാം പറയുന്നത് ദൈവം സർവ്യാപി. ആളുകളോട് പറയുക ഇത്. അപ്പൊ പിന്നെ എന്തിനാ ഭക്തി ചെയ്യേണ്ടത്? നമ്മളൊക്കെ ദൈവമാണ്. ഈ കസേരയിലൊക്കെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഭക്തി ചെയ്യേണ്ട കാര്യം? അപ്പൊ പിന്നെ ഭക്തി നടക്കത്തില്ലല്ലോ. ഏഹ് ബാത്ത് അച്ഛ രീതി സമച്ചാനി. ഈ കാര്യം നല്ല രീതിയിൽ പറയണം. കാര്യം പിന്നെ നമ്മൾ ആരോട് യോഗ ചെയ്യും അല്ലെ? നമ്മൾ യോഗഭ്രഷ്ടരായി പോയി. ഇപ്പൊ പരന്താമത്തിൽ ഇരിക്കുന്ന ബാബയെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമ്മുടെ ആരെങ്കിലും എവിടെയാണ് അവരെ ആളുടെ രൂപം കണ്ടല്ലോ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അമേരിക്കയിൽ മോനുണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക മനസ്സിൽ വരും, മോനും മനസ്സിൽ വരും. എന്റെ മോനെ ഈ ലോകം മുഴുവൻ മണ്ണിലും നൂറിലും തുരുമ്പിലൊക്കെ നിറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓർക്കും. അപ്പൊ ബാബ പറയണു ആളുകൾ യോഗഭ്രഷ്ടരായി, ഭക്തിയില്ലാത്തവരായി, അതിന് ഫലം കിട്ടാത്തവരായത് എന്തുകൊണ്ടാണ്? എന്തോ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും കുറച്ചും കൂടി ഇത് കിട്ടുന്നത് ഒരു ഏകദൈവ വിശ്വാസം ഉണ്ടാവും അല്ലെ? കറക്റ്റ് വലിച്ചെറിയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു വിശ്വാസം വെച്ച് അവരെ എറിയുന്നുണ്ട്. ഇവിടെ ഹിന്ദുക്കൾക്കൊന്നും പറ്റുന്നില്ല, സർവ്യാപി. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ കുട്ടികളെ ആളുകൾക്കൊന്നും നല്ല രീതിയിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് വല്ല നഷ്ടമുണ്ടതോ? ഓലോക കാത്തെ ഇനോക്കെ ജ്ഞാനസെ വിനാശു പോകാം. ആളുകൾ എന്ത് പറയും? ഈ ബ്രഹ്മകുമാരിസന്റെ ജ്ഞാനം വിനാശമാണ്. തുമ്പി കാത്തേഹോ ഈ രുദ്രജ്ഞാന യജ്ഞസെ വിനാശിത്വൽ അനികിലി. ബാബ പറയാണ് നമ്മളുടെ ആളുകളോട് പറയുന്നുണ്ട് വിനാശം അടുത്തു എന്നുള്ളത്. ഇപ്പൊ വിനാശം അടുത്ത്, ഇവിടെ വെള്ളപ്പൊക്കം വരാൻ പോകാം. ഇപ്പൊ വെള്ളപ്പൊക്കം വരാൻ പോണെന്നും പറഞ്ഞ് പ്രൊഡിക്റ്റ് ചെയ്യും ഈ കാലാവസ്ഥക്കാർ. ഇപ്പൊ സർക്കാർ വാഹനമൊക്കെ ഇറക്കും, അനൗൺസ്മെന്റ് നടത്തും, വെള്ളപ്പൊക്കം വരും, നിങ്ങൾ ഇവിടുന്ന് പോകണം, ഇവിടെ യുദ്ധം വരാൻ വഴിയുണ്ട്, പോകണമെന്ന് പറയില്ല. അതുപോലെ ബാബ പറയണു ഉള്ള കാര്യം ആൾക്കാരോട് വിളിച്ച് പറയണ്ടേ? ബാബ വന്നിരിക്കും, ദൈവം വന്നിട്ട് പറയണു വിനാശമൊക്കെ അടുത്തു. ബാബ പറയണു പിന്നെ വിളിച്ചു പറഞ്ഞ കുഴപ്പമില്ല. വഹബി സച്ച് കകത്തേഹി. ബാബ പറയണു സത്യമാണ് ഈ പറയുന്നത്. कोई बात नहीं मानेंगे तो विनाशी होगा और क्या. यह तो കൽപ്പ പഹലെ ബി വിനാശി हुआ था. ബാബർ ആര് പറഞ്ഞാലും ആരും അനുസരിക്കുന്നില്ല, പിന്നെ വിനാശം ഉണ്ടാകാതിരിക്കാൻ പറ്റും. കാര്യം നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ നോക്കി, എല്ലാം തോന്നിയ മാതിരിയായി. പിന്നെ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റും? എല്ലാം അഗ്നിപർവ്വതത്തിന്, എല്ലാ രാഷ്ട്രങ്ങളിലും കലാപങ്ങളായി. അപ്പൊ വന്നിട്ട് ആൾക്കാർ പറഞ്ഞ ഇനിയും 4 ലക്ഷം വർഷം കൂടി കിടക്കും. ബാബ പറയാണ് കുട്ടികൾ ഇതൊക്കെ എല്ലാ കൽപ്പത്തിലും നടന്ന കാര്യമാണ്, ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. ഭഗവാൻ ഉവാച രുദ്രജ്ഞാന യജ്ഞസെ യഹ് സബ് സ്വാഹ. ഭഗവാനാണ് പറയുന്നത് ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ കൂടി ഈ പഴയ ലോകത്തിന്റെ സ്വാഹ ആഹൂതി നടക്കും. ഓ ലോക സമുച്ചിത്തേഹേ ഇനോക്ക ഞാൻ ഐസാഹി ഇസ്ലിയ സാമന കർത്തെ. ആളുകൾ പറയാണ് ഈ ബ്രഹ്മകുമാരി എപ്പോഴും വിനാശം വിനാശം എന്ന് പറയും.
ഇവരെ നമുക്ക് വിടരുത്, ഇവര് നേരിടും. ആദ്യകാലത്ത്, ഇപ്പൊ കുഴപ്പം. ആദ്യകാലത്ത് നമ്മൾ ഈ വിനാശമായി ഭാരതീയ പുരാണങ്ങളിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പറയുന്നുണ്ട്. ലോകത്ത് വലിയ കുഴപ്പമൊന്നും അന്നില്ല, ഇത്ര പേർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആളുകൾക്ക് അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളുകൾ എല്ലാവരും എന്താ പറയുന്നത് എന്തോ കാര്യമുണ്ട് പറഞ്ഞു കൊടുക്കും. ബാബ പറയുന്നത് അത് അറിയാത്തതുകൊണ്ടാണ് നേരിടുന്നത്. സമുച്ചിത്തെ ബഹുത് ഭക്തി കർണേസെ ഭഗവാൻ മിൽത്ത. കണ്ടമാനം ഭക്തി ചെയ്താൽ ഭഗവാനെ കിട്ടുമെന്നാണ് വിചാരം. ഹംബി കാത്തേ ഹി ജിനോനെ ഭക്തി ബഹുത് കി ഉനോക്കെ ഹി ഭഗവാൻ മില. നമ്മളും അത് തന്നെ പറയുന്നത്, കണ്ടമാനം കാലം ഭക്തി ചെയ്തവർക്കാണ് ജ്ഞാനം കിട്ടിയിരിക്കുന്നത്, ഭഗവാനെ കിട്ടിയിരിക്കുന്നത്. പരന്തു ഇൻ ബാത്തോംകോ സമझने में मनुष्यों को बहुत मेहनत लगती. പക്ഷെ ഈ ജ്ഞാനം അങ്ങനെയൊന്നും തലയിൽ കയറത്തില്ല. അതൊക്കെ അവരല്ലേ തലയിലെഴുത്തുള്ളവരുടെ തലയിൽ കയറും. അതിന് ഇത്തിരി പരിശ്രമം വേണ്ടി വരും. അതായത് നമ്മൾ മുരളി കുറെ ആൾ കേട്ടാലേ നമുക്കിത് മനസ്സിലാവും. ഞാനൊരു 6 മാസം മുരളി കേട്ടതിന് ശേഷമാണ്, 2 നേരം പോയി കേൾക്കുമല്ലോ, അതിനുശേഷമാണ് ഈ പറയുന്നതിലൊക്കെ കുറച്ച് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. എപ്പോഴും മുഴുവൻ മനസ്സിലായിട്ടില്ല, റിയലൈസേഷൻ മുഴുവൻ മനസ്സിലായില്ല. കൽപ്പ പഹലെ ബി തും ബച്ചോനെ ബാബയ്ക്ക് മദദ് നരകക്കോ സ്വർഗ ബനായ. ബാബ പറയണ കുട്ടികളൊന്നും പേടിക്കേണ്ട, കഴിഞ്ഞ കൽപ്പത്തിലും ഇതൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ ഭൂമിയെ സ്വർഗമാക്കിയിട്ടുണ്ട്. തോ ജരൂർ നരക വിനാശ ഭി ഹുവാ ഹോഗ. അവർ നേരം വെളുക്കുമ്പോൾ രാത്രി നശിക്കില്ലേ? പുതിയ ലോകം വരുമ്പോൾ പഴയ ലോകത്തിന്റെ വിനാശവും നടന്നിട്ടുണ്ട്. ജബ് നരക വിനാശവും തബ് സ്വർഗക്ക് സ്ഥാപന. നരകത്തിന്റെ വിനാശം നടന്നാലല്ലേ സ്വർഗം ഭൂമിയിൽ വരുമോ? യഹ് ബി തും സമച്ചാ സക്തേ ഹോ ഭാരത് ബരോബർ പാവൻത. ആളുകൾക്ക് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി കൊടുക്കണം, ഈ ഭാരതം പവിത്രമായിരുന്നു. യഹ്തോ കൊയ് ബി ധർമ്മവാല കഹേക ബരോബർ സ്വർഗ. എല്ലാ ധർമ്മത്തിലുള്ളവരും പറയുന്നുണ്ടല്ലോ സ്വർഗം ഉണ്ടായിരുന്നു എന്ന്. പ്രാചീൻ മാന സബ്സെ പുരാന. പ്രാചീനം എന്ന് പറയുമ്പോഴെന്താണ്? ഏറ്റവും പഴയത്. സ്വത്തോ സ്വർഗ ഹി ഹോഗാന ജോ പുരാന ഹോഗയ വഹുപുരനായ ഹോനാഹി. ബാബ പറയുന്നു, അപ്പോൾ ആ പഴയതെന്ന് പറയുമ്പോൾ സ്വർഗമാണ്. അതിപ്പോൾ ഈ ലോകം പഴയതായി, ഇനി അത് പുതിയതാകുമ്പോൾ ബാബറിന് വീണ്ടും സ്വർഗം വരും അല്ലെ? സത്യയുഗമാണ് പ്രാചീന യുഗം. ബാബറിന് കാലചക്രം തിരിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വരും. ചിങ്ങമാസം, കർക്കിടകം, പിന്നെ ചിങ്ങം വരും. ഏകത്വം ബച്ചോംക്ക് ബുദ്ധിമേഹി. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ബുദ്ധിയിൽ വരും, പണ്ട് നമ്മുടെ ബുദ്ധിയിൽ ഒന്നും ഇല്ലായിരുന്നു. ബരോബർ ഇൻ ദേവി ദേവതാവും ക രാജ്യഥ അബ് നഹി ഹെ ഫിർ സെ ആദി സനാതൻ ദേവി ദേവതാ ധർമ്മക്ക് സ്ഥാപന കരാ രഹാ ഹെ. ബാബ പറയാണ്, ഇവിടെ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. വീണ്ടും ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനം നടക്കാണ്. ഇസ്കി മദദ് സെ. ആരുടെ സഹായത്തോടുകൂടി? ജോ സർവ്വകാ നിരാകാർ ബാപ്പുജി സെ. എല്ലാവരുടെയും അച്ഛൻ നിരാകാരനായ ബാപ്പുജിയാണ് ഈ സ്വർഗത്തെ സ്ഥാപിക്കുന്നത്. സർവ ആത്മാവും കപ്പ. ഇത് എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ജ്ഞാനം കൊടുക്കാന്ന് വെച്ചാൽ അവര് അച്ഛന്റെ പരിചയം കൊടുക്കുന്നുള്ളൂ, അച്ഛനെ തിരിച്ചറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ കുഴപ്പം? നല്ലതല്ലേ? ബാക്കിയൊന്നും വിശ്വസിച്ചില്ലെങ്കിലും വേണ്ട. ഈൻ ബാത്തോംകോ തും ജാനത്തെ ഹോ. ഇത്രയും ലളിതമായ കാര്യങ്ങൾ നമ്മളെ അറിയുന്നുള്ളൂ. തും കിത്തനെ സാധാരണ ഹോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇതൊന്നും കേൾക്കാത്ത? നമ്മൾ പറഞ്ഞിട്ട് അവർ നിങ്ങൾ സാധാരണക്കാരാണ്. നമ്മൾ 84 ജന്മങ്ങൾ എടുത്തപ്പോൾ വെറും സാധാരണക്കാര്. ഓ, ഈ സാധാരണക്കാർ ഇവര് ഇങ്ങനെ കുറെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രംഗനാഥാനന്ദ സ്വാമികളുണ്ട്, പിന്നെ എത്ര വലിയ വലിയ സ്വാമിമാരുണ്ട്, അവരിതൊന്നും പറയും. അപ്പൊ അവര് പറയുന്നല്ലേ നമ്മൾ കേൾക്കേണ്ടത്. ഈ ലീലാമാജിക്ക് പോയി ദൈവം വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ആൾക്കാർ വിശ്വസിക്കാൻ പോകുന്നത്. ആൾക്കാർ വിശ്വസിക്കണമെങ്കിൽ വലിയ വലിയ നാമിഗ്രാമി ആൾക്കാർ വേണം. ബാബ പറയുകയാണ്, മേം ജോ ഗരീബ് നിവാസ് ഗരീബ് ഹോന. ഞാൻ പാവങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ പാവങ്ങളല്ലേ. തുമാരെ പാസ് ക്യാ ഹെ. നിങ്ങളുടെ അടുത്ത് എന്തുണ്ട്? തുമനെ സബ് കുച്ച് ഭാരത് കെ ഊപ്പർ സ്വാഹ കിയാ ഹെ. തുമാരി കിതനി ബഡി രാവൺ സെ ലഡായി ഹെ. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഭാരതത്തിന് വേണ്ടി നിങ്ങൾ സ്വാഹ ചെയ്തു. നിങ്ങളുടെ യുദ്ധം എത്ര വലുതാണ്! രാവണനോടാണ് യുദ്ധം. പക്ഷെ ആളുകൾ അറിയുന്നു ശക്തി സേനാഹേന, ഇത് ശക്തി സേനയാണ്. വന്ദേ മാതരം ഗായാ ജാത്താഹി. അതുകൊണ്ട് വന്ദേ മാതരം എന്ന് ഒരു മഹിമയുണ്ട്. അപവിത്ര പവിത്രക്ക് വന്ദൻ കർത്തേഹി. ഈ അപവിത്രമായ മനുഷ്യര് പവിത്രമായി ജീവിക്കുന്നവരെ വന്ദിക്കുന്നു. കോൻസി മാത. ഏത് മാതാക്കളെ വന്ദിക്കുന്നത്? വഹ് ധർത്തി മാതാ സമചലത്തെ. അവർ വിചാരിക്കുന്ന ഭൂമി മാതാവെന്നാണ്. പരന്തു യഹത്വ ധർത്തി പർ രഹനെ വാലോം കി ബാത്. പറഞ്ഞു, ഭൂമി മാതാവിനെ കുറിച്ചല്ല വന്ദനം, ഭൂമിയിൽ ഭഗവാൻ വന്നപ്പോൾ പവിത്രമായി ജീവിച്ച് ഭൂമിയെ പവിത്രമാക്കിയ മാതാക്കളുണ്ട്. ആ മാതാക്കളെയാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ജഗദംബാഹിത്വ ബച്ചേ ബീഹി. ജഗദംബ എന്ന് പറയും. പറഞ്ഞു, ജഗദംബേന്റെ ജഗദംബയ്ക്ക് കുട്ടികളും ഉണ്ട്. ഏഹ് ദിൽവാല മന്ദിർ യാദികാർ ബനാ ഹുവാഹി. മധുബനിൽ അമ്പലം ഉണ്ടല്ലോ, ദിൽവാഡ ക്ഷേത്രം, അത് അതിന്റെ ഓർമ്മചിഹ്നമാണ്. കുമാരിയാം അതർ കുമാരിയാം ബീഹി. കുമാരിമാരും അതർ കുമാരിമാരൊക്കെ ഉണ്ട്. ഇൻകോ മാതാ ബി കഹദേത്തെ. മാതാ എന്ന് വിളിക്കുന്നു. തും കഹത്തെ ഹോ ബാബ ഹം തോ ബീകെ ഹി. ഹംകോ മാതാ ന കഹു ബേട്ടി കഹു ഹം കുമാരി ഹി. അല്ലെ, മമ്മയെ മാതാ എന്ന് വിളിക്കുമ്പോൾ മമ്മ എന്ത് പറയും? ഞാൻ ബീക്കയാണ്, ഞാൻ ബ്രഹ്മാവിന്റെ പുത്രിയാണ്, ഞാനൊരു കുമാരിയാണ്. പക്ഷെ മമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ബാബു പോലും മമ്മ എന്ന് വിളിക്കുള്ളൂ. കിത്തനി ഗുഹ്യ സമച്ചയ്ക്ക് ബാക്കി. അപ്പോൾ ഒരു പെൺകുട്ടിയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അത് എത്ര ഗുഹ്യമായ കാര്യമാണ്. പരന്തു ഉടാൻ അഹിം സക്തേഹി. പക്ഷെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പുരാന ജന്മ ജന്മാന്തർ കാ ഭാൻ വൈഡാ ഹുവാ ഹെ വഹ് ടൂട്താ ഹി നഹി.
ആളുകൾക്ക് ജന്മജന്മങ്ങളിലെ പല കാര്യങ്ങളും മനസ്സിൽ കിടക്കും. അതൊന്നും പെട്ടെന്നൊന്നും പോവില്ല. തുമാരി ബുദ്ധി മേ ഹേ കി ബാബ ഹമാരെ സാമനെ ബൈഠ്. നമ്മുടെ ബുദ്ധിയിലുണ്ട്, ബാബ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ആത്മാവും സെ ബാത്ത് കർ രഹേ. ബാബ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ബാബാക്ക് ഈ ശരീരമേം പ്രവേശിത. ബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബാബ ആക്കർ അലൗകിക ദിവ്യ കർത്തവ്യ കർത്തി. ബാബ വന്നിട്ട് അലൗകിക ദിവ്യമായ കർത്തവ്യം, ദിവ്യമായ ജന്മം അല്ലെ, ദിവ്യ കർമ്മ ജന്മം. എന്റെ ജന്മം ദിവ്യമാണ് അർജുന, എന്റെ കർമ്മവും ദിവ്യമാണ്. അതെങ്ങനെയാണ്? ഇതേപോലെ വന്നിട്ട് കർമ്മം ചെയ്യാണ്. പതിതക്കോ പാവൻ ബനാനെ കെലിയെ പഠാത്തേ ഹി. ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് പതിതരെ പാവനമാക്കാനാണ്. പൂരി യാദ് രഹിനി ചാഹി. നമുക്കിതെല്ലാം നല്ല ഓർമ്മയിൽ വേണം. ഹംകോ പതിത് പാവൻ ശിവബാബ പഠാത്തേ. നമ്മളെ പഠിപ്പിക്കുന്നത് പതിത പാവനായ ശിവബാബയാണ്. പതിത് പാവൻ സബ്സെ ഊഞ്ചാ ഹുവ ഫിർ ബാപ്പ് ടീച്ചർ ബി ഹെ. പതിത പാവനൻ ഏറ്റവും ഉയർന്നവനാണ്. പിന്നെ ഈശ്വരൻ നമുക്ക് അച്ഛനും ടീച്ചറുമാണ്. പഹലെ പഹലെ അക്ഷർ ഹി ആനാ ചാഹി പതിത പാവൻ. ആദ്യം നമ്മൾ പറയേണ്ടത് പതിത പാവൻ എന്നാണ്. ഉൻകോ യാദ് കർത്തേ ഹി ഓ ഗോഡ് ഫാദർ ആവും. എല്ലാവരും വിളിക്കുന്നുണ്ട്. ഗാന്ധി ഉൾപ്പെടെ എന്താ വിളിച്ച? പതിത പാവന വരുന്നതാണ്. ഓ ഗോഡ് ഫാദർ. ക്രിസ്ത്യൻസും വിളിക്കുന്നുണ്ട്, വരാൻ വിളിക്കുന്നു. ആക്കർ ഫിർസെ ഹമേ രാജയോഗ സിദ്ധാവും. വീണ്ടും വന്നിട്ട് എന്താണ്? ആ പ്രാചീന രാജയോഗം അത് വീണ്ടും ഞങ്ങളെ പഠിപ്പിക്കാം. ബാബാ ബി കാത്തേ ഹെ ഫിർസെ തും ബച്ചോം കോ സഹജ ജ്ഞാൻ യോഗ സിഖലാ രഹാഹും ഇസ്മേ പുസ്തക ആദിക്ക് കൊയ് ബാത് നഹി. ബാബ പറയാണ്, വീണ്ടും ഞാൻ കുട്ടികൾക്ക് സഹജമായ ജ്ഞാനവും യോഗവും പഠിപ്പിക്കാം. ഇതിലൊരു പുസ്തകത്തിന്റെയും ആവശ്യമില്ല. അതായത് വളരെ ലളിതമായ ഒരു അറിവ്. ഈ അറിവിന് വേണ്ടിയിട്ടാണ് ആളുകൾ വിളിച്ചത്. അതായത് ഒന്നും വേണ്ട, നമ്മൾ ഇവിടെ ഇരുന്ന് പരന്താമത്തിൽ ബാബയെ ഓർമ്മിച്ചത്. വേറെ യാതൊരു പ്രാണായാമമോ അങ്ങനെ ഒന്നുമില്ല. ഏതോനോനെ രാം നാം രഖ് ദിയാ ഹെ അബ് തോ ബാപ് തുമക്കോ ലായക് ബനനെ കി ശിക്ഷ ദേ രഹാ ഹെ. ഈ പുസ്തകങ്ങൾ, ഗീത, രാജയോഗ, ഇതൊക്കെ ആളുകൾ ഇട്ടിരിക്കുന്ന പേരുകളാണ്. അവർ ഈ പേരിന്റെ ഒന്നും ആവശ്യമില്ല. ബാബ നമ്മളെ യോഗ്യരാക്കാൻ പഠിപ്പിക്കാണ്. നിത്യ നയി പോയിന്റ്സ് മിൽത്തി. ദിവസവും ബാബ പുതിയ പോയിന്റുകൾ പറയും. और गीताई ग्रंथ आदि जो बनाते उनमें कोई एडिशन व कटकुट नहीं करते वही सुनाते हैं. ഈ ഗീത അതുപോലെ ഗ്രന്ഥ സാഹിബ് ഇതൊക്കെ ബാബ ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ കൂട്ടിച്ചേർക്കാറില്ല. അത് ബാബ പറഞ്ഞു മാറ്റാറുമില്ല, കൂട്ടാറുമില്ല. യഹം എഡിഷൻ കിയാ ജാത്ത കുട്ടിപ്പി കിയാ ജാത്ത. എന്നാൽ ഇവിടെ ജ്ഞാനത്തിൽ ബാബ ദിവസവും പോയിന്റുകൾ കൂടുതൽ കൂടുതൽ പറഞ്ഞു തരും. റോസ് നയി പോയിന്റ്സ് മിൽത്തി ഹെ. ദിവസവും എന്തെങ്കിലും പുതിയ പുതിയ പോയിന്റുകൾ കിട്ടും. നോളജ് വെരി വണ്ടർഫുൾ ഹെ ജോ ആർ കോയി ശാസ്ത്രമേ നഹി ഹെ. ഈ അറിവ് വളരെ അത്ഭുതമാണ്, ഇത് ശാസ്ത്രങ്ങളിലില്ല. കാ മഹാശത്രു ഭഗവാൻ വാജ് ദേഹ സഹിത സബ്കോ ഭൂൽ ജാവോ ഏക് കോ യാദ് കരോ. ഭഗവാനാണ് പറയുന്നത് കാമ മഹാശത്രുവാണ്. ദേഹസഹിതം എല്ലാം മറക്കണം, എല്ലാവരെയും മറക്കണം, ഒരാളെ മാത്രം ഓർമ്മിക്കണം. മേം തും സബ് ആത്മാവും കോ വാപ്പിസ് ലേ ജാവോ. ഞാൻ നിങ്ങളെല്ലാ ആത്മാക്കളെയും ഈ സമയത്ത് വീട്ടിൽ. അപ്പോ ഒരു ദേഹങ്ങളും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു പിന്നെ എന്തിനാ ഓർമ്മിക്കുന്നത്? മേം അകാലമൂർത്ത് കാലം കാ കാലഹും. ഞാൻ അകാലമൂർത്തനാണ്, ഞാൻ കാലന്റെയും കാലനാണ്. മേം സബ് ബച്ചും കൊല്ലേനെ ആയാഹും तो तुमको खुशी होनी चाहिए ना. ഞാൻ എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞു നല്ല സന്തോഷം ഉണ്ടായിരിക്കും. തും ജാനത്തെ ഹോ അഭി ഹം ഘർ ജാത്തെ ഹെ. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാണ്. ജൽദി ഹോഷിയാർ ഹോ ജായും ബാബ സെ വർഷത്തോ ലേ ലേവേ. നമ്മൾ പെട്ടെന്ന് സമർത്ഥരായി മാറണം, ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കണം. തബ് തക്ക് ലഡായി ന ലഗെ. അതുവരെ ലോകത്ത് യുദ്ധവും നടക്കില്ല. നമ്മള് ദേവതകളാകാൻ യോഗ്യരാകാതെ ബാബ പറയുന്നു ഈ പതിത് ലോകത്തിന്റെ പൂർണ്ണ വിനാശം ഉണ്ടാകും. അതുകൊണ്ട് ഇതും വർദ്ധിച്ചുകൊണ്ടിരിക്കും, അതും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബാബ കഹേങ്കെ മേൻ ധോടെ ഹി കുച്ച് കർ സക്താ. ബാബ പറയണ എനിക്കൊന്നും നേരത്തെ ചെയ്യാൻ പറ്റത്തില്ല, അല്ല എല്ലാം സമയത്ത് നടക്കുള്ളൂ. പഹലെ റിഹേഴ്സൽ ഹോഗി അഭി തോ രാജായും ആദിബി നഹിമായി രാജസ്ഥാൻ പർ ഭി സമച്ഛാ സക്തേ ഹോ. ബാബ പറയണം എല്ലാത്തിനും ഒരു റിഹേഴ്സൽ ഉണ്ടാവും. പറഞ്ഞ് ഇപ്പൊ രാജാക്കന്മാരൊന്നുമില്ല, രാജസ്ഥാനിലും രാജാക്കന്മാരൊന്നുമില്ല. ഇതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ബോലോ തുംകോ പതാ ഹേ കി രാജസ്ഥാൻ നാം ക്യോം പടാ ഹെ. എന്തുകൊണ്ടാണ് ഈ ദേശത്തിന് രാജസ്ഥാനം എന്ന പേര് വെച്ചിരിക്കുന്നത്? ഭാരതമേ ലക്ഷ്മി നാരായൺ കാ രാജധാന ഫിർസെ വഹ് രാജസ്ഥാൻ ഹോനാ ചാഹിയെ സോ അബ് ഫിർസെ സ്ഥാപന ഹോ രഹാ. അപ്പൊ ഈ രാജസ്ഥാനിൽ നിന്നാണ് ബാബ രാജാക്കന്മാരെല്ലാം വാർത്തെടുത്തത്. അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ രാജസ്ഥാനത്തിന്റെ കാര്യം നടക്കാണ്. ഹം ജാനത്തെ ഹെ പരന്തു ബുദ്ധി മേ ജബ് ബൈഠെ തബ് ഖുശി കാ പാരാ ചढ़े. നമുക്കിതെല്ലാം അറിയാം, പക്ഷെ ബുദ്ധിയിൽ കാര്യങ്ങൾ ഇരുന്നാലേ സന്തോഷം വർദ്ധിക്കും. ഭക്തിമാർഗമേ ഇൻ ദേവതാവും കെ മന്ദിർ ബനാത്തെ ഹെ. ഭക്തിമാർഗത്തിൽ ഈ ദേവതകളുടെ അമ്പലം ഉണ്ടാക്കാറുണ്ട്. ഭാരതമേ കിത്തന ധനധ. ഈ ഭാരതത്തിൽ എത്ര സമ്പത്തുണ്ടായിരുന്നു. ഹം ഫിർസെ ഇൻകോ ദേവി രാജസ്ഥാൻ ബനാത്തെ ഹെ. വീണ്ടും നമ്മൾ ഈ ഭാരതത്തെ ദൈവിക രാജസ്ഥാനമാക്കാണ്. ഇൻ ബാത്തോംകോ ആഖർ സമച്ചു. ആളുകളോട് പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ വന്ന് മനസ്സിലാക്കുക. സമച്ചേനൊക്കെ ബി ഉമങ്ക് ഹോനാ ചാഹിയെ. മനസ്സിലാക്കി കൊടുക്കാൻ ഉത്സാഹമൊക്കെ വേണം. യഹ് ബി സെമിനാർ ഹേന. ഇതൊക്കെ ഒരു സെമിനാറാണ്. കൈസെ സർവീസ് കർണി ചാഹി. എങ്ങനെ ബാബയുടെ സന്ദേശം സേവ ചെയ്യാൻ പറ്റും? അവർ ഒന്നിച്ചിരുന്ന് ആലോചിക്കണം.
बाबा ने समझाया है कुमारियां माതായും ഗോപ സബ് ഇക്കട്ടെ സുനത്തെ ഹെ. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇവിടെ കുമാരിമാരും മാതാക്കളും ഗോപന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കാണ്. ഊഞ്ചത്തെ ഊഞ്ച് ഏക ഭഗവാൻ ഹെ കൃഷ്ണൻ ഹെ. ഉയർന്നതിലും ഉയർന്നത് ഒരേ ഒരു ഭഗവാനാണ്, ശ്രീകൃഷ്ണനല്ല. തോ രാജസ്ഥാൻ പർ തും സമച്ചാ സക്തെ ഹോ. അപ്പൊ ഈ രാജസ്ഥാൻ എന്നുള്ള പേര് പോലും നമുക്ക് അത് വെച്ച് പോലും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ബരോബർ രാജസ്ഥാൻ ധാ ജിനോം കെ മന്ദിർ ബനെ ഹുയേ ഹെ ഫിർ സെ ഹം ബനാ രഹാ ഹെ. ഈ ഭൂമി രാജസ്ഥാനും വലിയ വലിയ രാജാക്കന്മാർ ഭരിച്ചിരുന്നു, അവരുടെ അമ്പലങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ഹംകോ രാജയോഗ സിഖാ രഹാ ഹെ. ഈ രാജാക്കന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ബാബ നമ്മളെ രാജയോഗം പഠിപ്പിക്കാണ്. തുമ്പി ട്രൈ കരോ ആധാ കൽപ്പിക്കലേ. അവരോട് പറയണം, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, അര കൽപ്പത്തേക്ക് ഇതിന് ഭാഗ്യം ഉണ്ടാവും. ഒരു കബി റോനാൻ നഹിയും പടയും, പിന്നെ ഒരിക്കലും ജീവിതത്തിൽ കരയില്ല. ഹം രാം കി ശ്രീമത്തി സെ രാവൺ പർ ജീത് പാ രഹാ ഹെ. ഞങ്ങൾ രാമന്റെ ശ്രീമത്തിലൂടെ രാവണനിൽ വിജയം നേടുകയാണ്. അക്ഷർ സുനേങ്കത്തോ അന്തർ ജഞ്ചേക. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളില് ഒരു ഇളക്കം ഉണ്ടാകും. ജിൻകി തീർ ലഗേക വഹ് സമച്ചിനെ കെലിയെ ആ ജായെങ്കിൽ. ഇതെല്ലാം കേട്ട് ആരുടെയെങ്കിലും മനസ്സിൽ അമ്പേക്കാണെങ്കിൽ അവർ ബാക്കി കൂടി കേൾക്കാനായിട്ട് ഒന്ന് വരും. ബേഹദ് കാ സെമിനാർ റോസ് ബാബ കർത്തേ ഹി. ബാബ ഇവിടെ ദിവസവും പരിധിയില്ലാത്ത ഒരു സെമിനാറാണ് നടത്തുന്നത്. യഹ് ആത്മാവും കാ പരമാത്മാ കെ സാത്ത് സെമിനാർ. ഇത് ആത്മാക്കളോടൊത്ത് പരമാത്മാവിന്റെ സെമിനാറാണ്. അച്ഛ मीठे मीठे सिक्के दे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बापी की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणे के प्रधान कार्य कर्म भोग से छूटने के लिए एक बाबी की याद में रहना. कर्म भोगങ്ങൾ ഇല്ലാതെയാകുന്നതിന് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ കഴിയും. ദേഹധാരിക്ക് യാദ് സെ ടൈം വേസ്റ്റ് नहीं करना. ദേഹധാരികളുടെ ഓർമ്മയിലൂടെ വെറുതെ സമയം പാഴാക്കും. ബുദ്ധിക്ക് ലൈൻ ബഹുത് ക്ലിയർ രഹനി. നമ്മുടെ ബുദ്ധിയുടെ ലൈൻ ബാബയുടെ അടുത്ത് വളരെ ക്ലിയർ ആക്കി വയ്ക്കും. ഭോജൻ ബഹുത് ശുദ്ധ ഖാന ഹെ. ശുദ്ധമായ വളരെ ശുദ്ധമായ ആഹാരമേ കഴിക്കാവൂ. ജൈസ അന്ന വൈസ മൻ ഇസ്ലിയെ കിസി ഭി മിളച്ച് കെ ഹാത്ത് കാ ഭോജൻ നഹീ ഖാന. അന്നം പോലെ ഇരിക്കും മനുഷ്യന്റെ മനസ്സ്. നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ ഇരിക്കും. അതുകൊണ്ട് മിളച്ചന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കരുത്. മിളച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബയെ ഓർമ്മിക്കാതെ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കരുത്. ബുദ്ധിക്കോ സ്വച്ഛ ബനാന. ബുദ്ധിയെ നമ്മൾ സ്വച്ഛമാക്കും. ഇന്നത്തെ വരദാനം. रूहानी संपत्ति द्वारा सर्व को संतुष्ट करने वाले सदा संपत्तिवान भव. ആത്മീയ സമ്പത്തിലൂടെ എല്ലാവരെയും സന്തുഷ്ടമാക്കുന്ന സദാ സമ്പത്തിവാനായി. ആത്മീയ സമ്പത്തിലൂടെ എല്ലാവരെയും സന്തുഷ്ടമാക്കുന്ന സദാ സമ്പത്തിവാനായി ഭവിക്കൂ, സമ്പന്നനായി ഭവിക്കൂ. आज के विश्व में संपत्ति वाले तो बहुत है, लेकिन सबसे बड़ी आवश्यक संपत्ति है सिंपति. ബാബ പറയാണ്, ഇക്കാലത്ത് ലോകത്ത് ധാരാളം സമ്പത്തുള്ളവർ, പക്ഷെ ഏറ്റവും വലിയ സമ്പത്ത് ആളുകൾക്ക് വേണ്ടത് സിമ്പതിയാണ്. ചാഹെ ഗരീബ് ഹോ ചാഹെ ധനവാൻ ഹോ ലേക്കിൻ ആജ് സിമ്പതി നഹീ. ബാബ പറഞ്ഞു, ഇക്കാലത്ത് പാവങ്ങളാകട്ടെ പണക്കാരാകട്ടെ ആർക്കും ആരോടും സിമ്പതിയില്ല, ദയവില്ല, അനുകമ്പയില്ല. ആക്കെ പാസ് സിമ്പതിക്ക് സമ്പത്തി, പക്ഷെ നമ്മുടെ അടുത്ത് സിമ്പതിയുടെ സമ്പത്ത്. इसलिए किसी को और भले कुछ भी नहीं दो लेकिन सिंपति से सबको संतुष्ट कर सकते. ബാബ പറയാണ്, അതുകൊണ്ട് ആർക്കും വേറെ ഒന്നും കൊടുക്കാനും പറ്റിയില്ലെങ്കിൽ ഇത്തിരി സിമ്പതി കാണിക്കുകയാണെങ്കിൽ അവരെ സന്തുഷ്ടമാക്കാം. ഒരാൾ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും, അപ്പൊ നമ്മൾ ചെന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും, എല്ലാം ശരിയാക്കാം, അല്ലെ, എല്ലാം ശരിയാകും, ഒരു കർമ്മത്തിനൊക്കെ കണക്കങ്ങ് തീരും, എല്ലാം ശരിയാകും, പോട്ടെ, നമ്മളെ കൊണ്ട് എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനമായി. ദൈവം ഉണ്ട്, നമ്മളും ഉണ്ടെന്ന് പറയാം. ദൈവം മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്, പക്ഷെ ദൈവത്തെ പിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനുഷ്യർ വേണം. അപ്പൊ ബാബ പറയുന്നു, നിങ്ങളുടെ അടുത്ത് സിമ്പതി ഉണ്ട്. ആ സിമ്പതി ഇന്ന് പണക്കാർക്കായിക്കോട്ടെ പാവപ്പെട്ടവരായിട്ട് പണമുണ്ട്, പക്ഷെ ആർക്കും ഒരു സമാധാനമില്ല. ആപ്കി സിമ്പതി ഈശ്വരീയ പരിവാർ കെ നാദെ സെ ഹി ഈ സുരുഹാനി സിമ്പതി സെ തൻ മൻ ധൻ ഈ പൂർത്തി കർ സക്തേ ഹോ. നമ്മുടെ സിമ്പതി നമ്മൾ വലിയ ആളാന്ന് പറഞ്ഞുള്ള സിമ്പതി അല്ല. ബാബ പറയണു, അവരെല്ലാവരും ഈശ്വരീയ പരിവാരം എന്നുള്ളൊരു വിചാരത്തിൽ സിമ്പതി ആയിരിക്കും. നമ്മൾ എല്ലാം തികഞ്ഞവരായി ഇനി അവർ വളരെ താണു കിടക്കണം, അങ്ങനെയല്ല. പറഞ്ഞു, ഈശ്വരീയ പരിവാരമാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടി എല്ലാവരോടും നമ്മൾ സിമ്പതി കാണിക്കണം. ഈ ആത്മീയ സിമ്പതിയിലൂടെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ധനവും എല്ലാം പൂർത്തിയായിക്കോളും. എല്ലാത്തിലും നമ്മൾ സമ്പന്നത. സ്ലോഗൻ, ഹർ കാര്യമേ സാഹസക്കോ സാധ്യ ബനാലോ തോ സഫലത അവശ്യം മിലേഗി. ഏതൊരു കാര്യത്തിലും സാഹസത്തെ നമ്മൾ കൂട്ടുകാരാണ്, അപ്പോൾ സഫലത തീർച്ചയായിട്ടും.
ഇപ്പോഴും ബാബ പറയുന്ന ഒരു രണ്ട് കാര്യങ്ങളും. ഇന്നലത്തെ വരദാനത്തിൽ എന്താ പറഞ്ഞത്? ഹലോ, ഇന്നലെ വരദാനത്തിൽ ബാബ ഒന്നും പുതിയതല്ല, പാഠത്തിൽ കൂടെ എന്ത് വിഘ്നങ്ങളെയും അല്ലെ പന്ത് നേരെ വരുമ്പോൾ തട്ടി തെറിപ്പിക്കുന്നവര് തെറിപ്പിക്കും. ശ്ലോകൻ എന്ന് പറഞ്ഞു, എല്ലാവരുടെയും നന്മകൾ കണ്ടിട്ട് നന്മയുടെ വൈബ്രേഷൻ പരത്താണെങ്കിൽ ബാബയുടെ ലോകം പെട്ടെന്ന് മാറിപ്പോകും. അപ്പോ ഇന്ന് ബാബ പറയാണ്, ബാബ എപ്പോഴും രണ്ട് കാര്യം ബാബ എന്താ പറഞ്ഞു? ഒന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ടാവും, എടുത്ത് ചാടി ചെയ്യരുത്. പിന്നെ ബാബ എന്താ പറയും? ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെ ഇരുന്നാൽ പോരാ, എടുത്ത് ചാടി ചെയ്യും. ചിന്തിച്ച് ആലോചിച്ച് സാഹസ ബുദ്ധിയോടുകൂടി അല്ലെ ബാബ ഒരു 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 റിസ്ക് ഉള്ള കാര്യങ്ങൾ അങ്ങ് എടുത്ത് ചെയ്യും. വെറുതെ എല്ലാം സോഫ്റ്റ് ആയിട്ട് പോകാൻ നോക്കും. ബാബ ഒത്തിരി സാഹസ ബുദ്ധി വേണം, എടുത്തു ചാടി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ ബാബു പറഞ്ഞു സഫലത ലഭിക്കും. അപ്പൊ ഇന്ന് ബാബ നമ്മളെ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ സദാ ഈ ലഹരിയിൽ കഴിയണം. ജ്ഞാനസാഗരനായ ബാബ നമ്മളിൽ ജ്ഞാനവർഷം ചൊരിയുകയാണ്. അതിലൂടെ നമ്മൾ പാവനമായി നമ്മുടെ ആ വലിയ വീട്ടിലേക്ക്, പവിത്രമായ പരംധാമത്തിലേക്ക് നമ്മൾ പോകും. കുട്ടികളുടെ നിശ്ചയം എപ്പോൾ പക്കയാകും? വേറെ ലോകത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കും. ബാബ പറയാണ്, ഈ ബ്രാഹ്മണ വൃക്ഷവും പതുക്കെ വലുതാം. പഴയ ലോകത്തിനോട് അപ്പൊ നമുക്ക് വൈരാഗ്യം. ഈ പഴയ ലോകം, ഈ ജ്ഞാനം കുറെ കേട്ട് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ലോകത്തിനോട് രാഗമുള്ളത് ആരാണ്? ഇഷ്ടമുള്ളത് ആർക്കാണ്? ഈ ബ്രാഹ്മണാത്മാക്കൾക്ക്, ദേവാത്മാക്കൾക്ക്. കാരണം 84 ജന്മങ്ങളിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു, ദുഃഖങ്ങളും അനുഭവിച്ചു. വലിയ കുഴപ്പങ്ങളിലേക്ക് പോയിട്ടില്ല. വലിയ കുഴപ്പങ്ങളിൽ നമ്മൾ പോയിട്ടില്ല. നമ്മൾ വെട്ടാനും കുത്താനും ഇതുവരെ പോയി കാണില്ല. അപ്പൊ ഈ ലോകത്തിനോടും പ്രത്യേകിച്ചും ബന്ധങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. കാരണം 84 ജന്മങ്ങൾ എടുത്തവരാണ്, വളരെ സോഫ്റ്റ് ആണ്. അപ്പൊ ബാബ പറയാണ്, കുറച്ച് കഴിയുമ്പോൾ പതുക്കെ അതാണ് ധാരണയിൽ ശ്രദ്ധ കൊടുത്ത് അല്ലെ, ഈ ലോകത്തിൽ ഇത് വരുമ്പോൾ പതുക്കെ നമുക്ക് ഈ ദേഹധാരികളോടുള്ള മമത്വമൊക്കെ ഇല്ലാണ്ടായി. ഇതൊന്നും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞേക്കും. അപ്പൊ ബാബ പറയാണ്, അപ്പൊ നമുക്ക് നല്ല നിശ്ചയം വന്നു. വിഹംഗ മാർഗത്തിന്റെ സേവ നടക്കും. നമ്മള് സാധാ സേവ ചെയ്യും. നമ്മളൊരു ഉയർന്ന അവസ്ഥയിലെത്തിയാൽ പിന്നെ നമ്മളൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മളൊന്ന് മുകളിൽ ഒരു അവസ്ഥയിൽ ഇരുന്നാൽ മതി, ധാരാളം പേരിലേക്ക് ഞാനും ഓട്ടോമാറ്റിക്കലി എത്തിക്കും. ബാബ പറയാണ്, നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താണ്? ധാരണ. ബാബ പറയുന്ന ഓരോരോ കാര്യത്തിലും നിശ്ചയം വയ്ക്കണം. ഇത് ദൈവമാണ് പഠിപ്പിക്കുന്നത്, ഒരു നിശ്ചയമുണ്ടാകും. അതിൽ നിന്നിട്ട് ഒറ്റടിക്കുന്നതെല്ലാം പറ്റത്തില്ല. പതുക്കെ ധാരണ കൂട്ടി. ധാരണ വരുമ്പോൾ ബാബറിന് ബുദ്ധി ശക്തിശാലിയായി. ബുദ്ധി ശക്തിശാലിയാകാണെങ്കിൽ ജ്ഞാനം മനസ്സിലാകും. ജ്ഞാനം മനസ്സിലായാൽ ബാബറിന് സന്തോഷം. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ഈ ദിവസവും അച്ഛൻ പഠിപ്പിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. ബാബർ ഞാൻ അച്ഛൻ തന്നെയാണ്, അതുകൊണ്ട് ദിവസവും പറയേണ്ട കാര്യമില്ല. പിന്നെ ബാബ എന്താ പറയുന്നത്? ഞാൻ സംഗമത്തിലാണ് വരുള്ളൂ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഒന്ന് ബാബയെ ഓർമ്മിക്കണം, രണ്ട് ഈ കാലചക്രം എങ്ങനെയാണ് തിരിയുന്നതെന്ന് മനസ്സിൽ കറക്കിക്കൊണ്ടിരിക്കും. അവർ 84 ലക്ഷം ജന്മം എന്നൊക്കെ ഭക്തിയിൽ പറയും. ബാബ പറയാണ് 84 ജന്മവും ഉള്ളൂ. അതും എല്ലാവരും അല്ല, സൃഷ്ടിയുടെ ആരംഭത്തിൽ വരുന്നവര് 84 ജന്മം. അതിൽ തന്നെ സംഗമത്തിൽ 8 പേരാണ് സമ്പൂർണ്ണ പവിത്രമായി മാറും. ലോകത്തിന്റെ ഒരു സ്മൃതിയും ഇല്ലാണ്ട് ബാബയുടെ ഓർമ്മയിൽ പോകും. അവരങ്ങനെ ആക്കിയെടുത്ത ബാബയും ആ 8 പേരും കൂടി ചേരുമ്പോഴാണ് നവരത്നം അല്ലെങ്കിൽ അഷ്ടരത്നങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിന് നല്ല അഭ്യാസം ആവശ്യമുണ്ട്. അവസാന സമയത്ത് ഒരേ ഒരു ബാബയുടെ ഓർമ്മ മാത്രമേ പാടുള്ളൂ, വേറെ ആരുടെയും ഓർമ്മ വരാൻ പാടില്ല. പലരും ബാബയുടെ അടുത്ത് വന്നിട്ടും അമ്പലത്തിൽ പോകണമെന്നാ പറയും. ബാബ ഒന്നും തലയിൽ കയറിയില്ല. അതായത് അവിടെ അമ്പലങ്ങൾ ഇഷ്ടം പോലെയാണ്. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ബാബ പറയണ്, ജ്ഞാനം പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, നല്ല പരിശ്രമം ആവശ്യമുണ്ട്. ഏത് ആത്മാവിലാണോ ഈ അറിവെടുക്കാനുള്ള പാർട്ടുള്ളത് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലത്തും ഈ ആളുകൾക്ക് ബാബയുടെ പരിചയം ഒന്ന് കൊടുക്കും. ഇന്ന് ബാബ പറയുന്ന ആളുകൾക്ക് ഇപ്പൊ ഭക്തിയില്ല, യോഗയില്ല. കാര്യം എന്താണ്? എല്ലാവരും സർവ്യാപി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ പരമാത്മാവ് ആരാണ്? ആ പരമാത്മാവ് എല്ലാവരുടെയും പരിധിയില്ലാത്ത അച്ഛനാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ അച്ഛൻ ഒരിക്കലേ ജ്ഞാനമഴ പെയ്യാൻ വേണ്ടി വരികയുള്ളൂ. കൽപ്പത്തിൽ സംഗമത്തിൽ മാത്രമേ വരികയുള്ളൂ. സൃഷ്ടി സമ്പൂർണ്ണ പതിതമാകാതെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എല്ലാ ആത്മാക്കളെയും ഞാൻ കൊണ്ടുപോകും, പക്ഷെ വിനാശം വരാതെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ വിനാശത്തിന്റെ കാര്യവും പറയണം. നല്ല ആൾക്കാർക്ക് ഒരു വൈരാഗ്യം വരുമോ? പക്ഷെ ആളുകൾ പറയും ഇത് ഇവരുടെ വെറുതെ പറച്ചിലാണ്, കുറെ ആൾ അവരിങ്ങനെ വിനാശം എന്ന് പറയാൻ തുടങ്ങി. ഒരു വിനാശവും വരില്ല എന്ന് ആളുകൾ പറയും. പറഞ്ഞു അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം പറയണം. ഇതിൽ വരേണ്ടവരൊക്കെ വന്നോളും. പതുക്കെ ആളുകൾക്ക് മനസ്സിലാകും ഈ പറയുന്നത് ശരിയാണ്, ഭഗവാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അവസാനം ബാബ എന്താ പറഞ്ഞത്? എല്ലാവരും പറയും ഈശ്വരൻ ഭൂമിയിൽ വന്നു, പക്ഷെ നമ്മൾ അതിനൊന്നും നേടിയില്ല. പലരും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞെങ്കിലും
നമ്മളെല്ലാം കളിയാക്കി തിരിച്ചു വിട്ടു എന്നൊക്കെ ഒരു തോന്നൽ ആളുകൾക്ക് വരും, പശ്ചാത്താപം ഉണ്ടാവും. ബാബ പറയാണ് നമ്മള് ഈ ജഗദംബ സരസ്വതി, ബാബ ജഗദംബ സരസ്വതി വാസ്തവത്തിലും അമ്മയാണ്, അമ്മ ഒരു കുമാരിയാണ്. പക്ഷെ ഈ സമയത്ത് ബ്രഹ്മബാബയുടെ വലങ്കൈയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് യജ്ഞമാതാവ് എന്ന് വിളിക്കുന്നത്. ആ യജ്ഞമാതാവാണ് സകല മനോകാമനകളെയും പൂർത്തീകരിക്കുന്നത്. അതെങ്ങനെയാണ്? ബാബയുടെ ജ്ഞാനത്തിലൂടെ എല്ലാവർക്കും മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കുള്ള വഴി പറയുന്നത്. അപ്പൊ ഒരു ജഗദംബ കൊണ്ട് കാര്യം നടക്കില്ല. നമ്മളെല്ലാവരും ജഗദംബയുടെ മക്കളാണ്. അതുകൊണ്ടാണ് ഭക്തിയിൽ പറയുന്നത് അതീന്ദ്രിയ സുഖം, ഈശ്വരീയ സുഖം ചോദിക്കണമെങ്കിൽ ഗോപി വല്ലഭന്റെ ഗോപഗോപികമാരോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗോപി വല്ലഭന്റെ ഗോപഗോപികമാരാണ്. ബാബ പറഞ്ഞു കുറച്ച് ധാരണയിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. ഈ മ്ലേച്ഛമാരുടെ കൈയുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അന്നം പോലെ ഇരിക്കും നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ആഹാരശുദ്ധിയിൽ വളരെ ശ്രദ്ധ കൊടുക്കണം. ഇതിലെ ഇന്നും ബാബ പറഞ്ഞു, അല്ലെങ്കിൽ മനസ്സ് ശരിയാവില്ല. മനസ്സ് ശരിയല്ലെങ്കിൽ ജ്ഞാനം തലയിൽ നിന്നും കയറത്തില്ല. അതുകൊണ്ട് ബാബ പറയാണ് ആഹാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം. നമ്മളെ മ്ലേച്ഛമായ ബുദ്ധിയെ നമ്മൾ ശുദ്ധ ബുദ്ധിയാക്കി നമ്മൾ മാറ്റും. വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞത്? നമുക്ക് ആത്മീയ സിമ്പത്തി വേണം. നമ്മളെല്ലാവരും ഒരു വിഷമിക്കുന്നവരും ഈശ്വരീയ കുടുംബാംഗങ്ങളാണെന്ന് മനസ്സിലാക്കി അവർക്ക് സിമ്പതി കൊടുക്കും. ആളുകൾക്ക് പണം ഉണ്ടായിരിക്കും, പക്ഷെ ബാബ ആളുകൾക്ക് വളരെയധികം മനപ്രയാസങ്ങളാണ്. അപ്പൊ അവരോട് നമ്മൾ സിമ്പതി കാണിക്കും. ഈ സിമ്പതിയിലൂടെ ബാബ പറയുന്ന ആത്മീയ സമ്പത്തിലൂടെ എല്ലാ സമ്പത്തുകളും അതിന് പിറകെ വന്നു. ശ്ലോകനിൽ എന്താ പറഞ്ഞത്? ഏതൊരു കാര്യവും നമ്മൾ സാഹസ ബുദ്ധിയോടുകൂടി ചെയ്യും, അപ്പോഴേ അതിൽ നിന്നും സഫലത നമുക്കുണ്ടാവൂ. ഓം ശാന്തി.